ജീവനുള്ള ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം അറിയിക്കട്ടെ. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വചനം, ദൈവവചനം, പാതയ്ക്ക് ദൈവമായ ഈ വചനം നിങ്ങളെ വെളിച്ചത്തിൽ നയിക്കട്ടെ. പ്രത്യാശയുടെ ശുഭ തുറമുഖത്ത്, ശാന്ത തുറമുഖ തീരത്ത് നിങ്ങളെ ദൈവം കൊണ്ടുവന്ന് എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കട്ടെ. നാം കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചത് യോശുവയെ കുറിച്ചാണ്. അല്പം ഉറപ്പും ധൈര്യക്കുറവും ഒക്കെ ഉണ്ടായിരുന്ന യോശുവയെ ദൈവം ഉറപ്പിച്ച് ധൈര്യപ്പെടുത്തി. എന്തിനാണ്? ആദ്യമായി യോശുവയിലൂടെ നടന്ന ഒരു വലിയ അത്ഭുതം, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവം സാധിപ്പിക്കുമെന്ന് അടിവരയിട്ട് നമുക്ക് കാണാനും വായിക്കാനും ധൈര്യപ്പെടാനും ബലപ്പെടാനും തക്കവണ്ണമുള്ളതായ ഒരു വലിയ സംഭവം നടന്നു. ഏതാണത്? യോർദാൻ. യോർദാൻ വലിയൊരു നദിയാണ്. യോർദാനെ കുറിച്ച് എഴുതുമ്പോൾ കൊയ്ത്തുകാലത്തൊക്കെ യോർദാൻ തീരമെല്ലാം കരകവിഞ്ഞ് ഒഴുകും. അങ്ങനെ കരകവിഞ്ഞ് യോർദാൻ ഒഴുകുന്ന ഒരു കാലഘട്ടം. നിത്യനായ ദൈവം യോശുവയിലൂടെ ഈ ഒരു വലിയ അത്ഭുതം പ്രവർത്തിക്കാൻ ദൈവം ആഗ്രഹിച്ചു. യോശുവയും അതിന് ഇറങ്ങി പുറപ്പെട്ടു. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. അത്ഭുതം നടക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ വേണം. ഒന്ന്, നിത്യനായ ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കുവാനായി ഇച്ഛിക്കുന്നു, ആഗ്രഹിക്കുന്നു. ആ അത്ഭുതം പ്രവർത്തിക്കുവാനായി മനുഷ്യർ തങ്ങളെ തന്നെ താഴ്ത്തി ദൈവഹിതത്തിനായി വിട്ടുകൊടുക്കുന്നു. അത്ഭുതം നടക്കും. എവിടെ അത്ഭുതം നടക്കും? ജീവനുള്ള ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ സന്നദ്ധനാണ്. അത്ഭുതം പ്രവർത്തിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപ വേണം, ദൈവത്തിൻ്റെ കരുണ വേണം, ഒപ്പം മനുഷ്യന്റെ സമർപ്പണവും വേണം, അനുസരണവും വേണം. യോശുവയോട് ദൈവം പറഞ്ഞു. എന്താ പറഞ്ഞത്? സർവ്വഭൂമിയുടെ നാഥനായ യഹോവയുടെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ യോർദാനിലെ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ ഉടനെ യോർദാൻ നദിയിലെ വെള്ളം രണ്ടായി പിരിഞ്ഞ് മേൽ നിന്ന് ഒഴുകുന്ന വെള്ളം ചിറ പോലെ നിൽക്കും. മേൽ നിന്ന് ഒഴുകി വരുന്നതായ യോർദാൻ നദിയിലെ വെള്ളം പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാല് വെള്ളത്തിൽ തൊടുമ്പോൾ നിൽക്കുമെന്ന്. ഇതൊരു അസാധ്യമായ കാര്യമല്ലേ മനുഷ്യർക്ക്? അതെ, തീർച്ചയായിട്ടും നമ്മിൽ എത്രയോ ആളുകൾ നദികളിലൂടെയും തോടുകളിലൂടെയും സമുദ്രങ്ങളിലൂടെയൊക്കെ നടന്നിട്ടുണ്ട്. ഇഷ്ടം പോലെ അല്ലേ? ഒത്തിരി കുറുകെ നടന്നിട്ടുണ്ടെന്നല്ല, എങ്കിലും നമ്മളൊക്കെ എത്തുന്ന മാത്രം വെള്ളത്തിൽ കാൽ വെച്ചിട്ടുണ്ട്. വെള്ളം പിരിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ മനുഷ്യർക്ക് അസാധ്യമായ ഒരു കാര്യമാണത്. എന്നാൽ ദൈവത്തിന് അത് സാധ്യമാണ്. ദൈവം തെളിയിച്ചു. ദൈവം പറഞ്ഞു, അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുവാൻ പറഞ്ഞു. ഇസ്രായേൽ ഗോത്രത്തിൽ നിന്നും 12 ഗോത്രങ്ങളിൽ നിന്നും ഓരോരുത്തരെ തിരഞ്ഞെടുക്കണം. അതിനുശേഷം പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പെട്ടകം അത് ദൈവസാന്നിധ്യമാണ്. പെട്ടകം അത് ദൈവത്തിൻ്റെ കൃപയാണ്. പെട്ടകം അത് ദൈവത്തിൻ്റെ അരുളപ്പാട് കിട്ടുന്ന സ്ഥലമാണ്. പെട്ടകം ദൈവത്തിൻ്റെ സാന്നിധ്യം ആണത്. ദൈവത്തിൻ്റെ സാന്നിധ്യമാകുന്നത് പെട്ടകം ചുമക്കുന്ന ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കൾ ഒരു കാര്യം ചെയ്യാൻ മുന്നോട്ടിറങ്ങിയാൽ വിജയം സുനിശ്ചയമാണ്. ഞാൻ പുരോഹിതനല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ ഇരിക്കണ്ട. നിങ്ങൾ രാജകീയ പുരോഹിത വർഗമാണ്, സാധാരണ പുരോഹിതനല്ല. റോയൽ പ്രീസ്റ്റ്ഹുഡിൽ പെട്ടവരാണ് യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എല്ലാവരും. അതുകൊണ്ട് നാം തളർന്നു വാടിയിരിക്കരുത്. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ, നാം എപ്പോഴും പെട്ടകം ചുമക്കുന്ന പെട്ടകം ക്രിസ്തുവാണ്. നാം ക്രിസ്തുവിനെ ചുമക്കുന്നവരായി തീരണം. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ചുമക്കുന്നവരായി തീരണം. ക്രിസ്തുവിൻ്റെ വചനം ചുമക്കുന്നവരായി തീരണം. ചുമന്ന് തലയിൽ ചുമന്ന് വിഷമിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. അത് നമ്മുടെ ജീവിതത്തിൽ നിറവായി അനുഭവിക്കുന്നവരായി തീരണം. അങ്ങനെയെങ്കിൽ യോർദാൻ നദി പോലെയുള്ള വൻ കാര്യങ്ങൾ മകനെ, പ്രിയമകളെ, നിന്റെ ജീവിതത്തിലും സാധ്യമാകും. ഉറപ്പാണ്, സാധ്യമാണ് പ്രിയരെ, സാധ്യമാണ്. ഓ ഹല്ലേലൂയ! കരകവിഞ്ഞൊഴുന്ന യോർദാൻ നദി, അത് മുകളിലത്തെ വെള്ളം വന്ന് ചിറ പോലെ നിന്നു, ബാക്കിയുള്ള വെള്ളം ഒഴുകിപ്പോയി. അങ്ങനെ ഉണങ്ങിയ നിലമുണ്ടായി. നാം 3-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, യഹോവയുടെ നിയമവെട്ടം ചുമക്കുന്ന പുരോഹിതന്മാർ യോർദാന്റെ നടുവിൽ ഉണങ്ങിയ നിലത്ത് ഉറച്ചു നിന്നു. ഇസ്രായേൽ ജനമൊക്കെ യോർദാൻ കടന്നു തീരുവോളം ഉണങ്ങിയ നിലത്തുകൂടി തന്നെ നടന്നുപോയി. അന്ന് ചെങ്കടൽ വിഭാവിച്ചപ്പോൾ ദൈവം ഉണങ്ങിയ നിലം കൊടുത്തതുപോലെ യോർദാനിലും ഉണങ്ങിയ നിലം. നിങ്ങളുടെ ജീവിതം വഴുവഴുപ്പ് നിറഞ്ഞതാണോ? നിങ്ങളുടെ ജീവിതം ഒരു സ്റ്റെബിലിറ്റി ഇല്ലാതെ, ഒരു സ്ഥിരതയില്ലാതെ, മുങ്ങിയും പൊങ്ങിയും താണും വീണും, നിങ്ങളുടെ ഏത് മേഖലകളാകട്ടെ, സാമ്പത്തിക മേഖലകളാകട്ടെ, ആരോഗ്യ മേഖലകളാകട്ടെ,
നിങ്ങളുടെ സ്പിരിച്വൽ മേഖലകളാകട്ടെ, നിങ്ങളുടെ കുടുംബജീവിതമാകട്ടെ, ഒരു സ്ഥിരതയില്ലാതെ, ഒരു സ്റ്റഡിനെസ് ഇല്ലാതെ, തളർന്നും വീണും തകർന്നും പരിക്ക് പറ്റിയും അങ്ങനെ ഒരു സ്റ്റഡി ലൈഫില്ലാതെ നിങ്ങൾ പോവുകയാണോ? എങ്കിൽ നിങ്ങൾക്ക് സ്റ്റഡി ആയിട്ടുള്ള ജീവിതം തരാൻ ദൈവത്തിന് കഴിയും. ഉണങ്ങിയ നിലം, ഉറപ്പുള്ള നിലം. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ യോർദാന്റെ നടുവിൽ അങ്ങനെ നിന്നു. അതേ പ്രിയരെ, ഇന്നും ഈ കാലഘട്ടത്തിൽ പെട്ടകമാവുന്ന ദൈവ സാന്നിധ്യം, പെട്ടകമാവുന്ന ക്രിസ്തുവിനെ ചുമന്നുകൊണ്ട് നിൽപ്പാൻ പുരോഹിതന്മാർ വേണം. ഞാൻ പറഞ്ഞത് നിങ്ങളെല്ലാവരും പുരോഹിതനാകാനല്ല പറഞ്ഞത്. യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടവരായി നിങ്ങൾ നിൽക്കണം. അങ്ങനെയെങ്കിൽ നമ്മിലൂടെ അനേകർ അക്കരെ ഇറക്കാനിടയാകും, അനേകർ യോർദാൻ കിടക്കാനിടയാകും. സ്തോത്രം. 4-ാം അധ്യായം യോശുവയുടെ പുസ്തകം 10-ാമത്തെ വാക്യത്തിന്റെ അവസാന വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, മോശ യോശുവയോട് കൽപ്പിച്ചതൊക്കെയും ജനത്തോട് പറവാൻ യഹോവ യോശുവയോട് കൽപ്പിച്ചതൊക്കെയും ചെയ്തു തീരുവോളം പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ യോർദാന്റെ നടുവിൽ നിന്നു. ജനം വേഗത്തിൽ മറുകര കടന്നു. ജനമൊക്കെയും കടന്നു തീർന്നപ്പോൾ ജനം കാണുകെ യഹോവയുടെ പെട്ടകവും പുരോഹിതന്മാരും മറുകര കടന്നു. വീണ്ടും 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, പുരോഹിതന്മാരെ ഉള്ളങ്കാൽ കരയ്ക്ക് പൊക്കി വച്ച ഉടനെ യോർദാനിലെ വെള്ളം വീണ്ടും അതിൻ്റെ സ്ഥലത്തേക്ക് വന്ന് മുമ്പിലത്തെ പോലെ തീരം കവിഞ്ഞ് ഒഴുകി. എന്തൊരു അത്ഭുതമില്ലേ! ആ ഉണങ്ങിയ നിലത്തുകൂടി ഇസ്രായേൽ ജനത്തെ യോർദാൻ നദിയിലൂടെ അക്കരെ നടത്തി. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരെ പെട്ടകം ചുമന്നുകൊണ്ട് നിന്നു. അതേ പ്രിയരെ, ദൈവജനത്തിന് വേണ്ടി ദൈവത്തിൻ്റെ വേല ചെയ്യുക അത് ഇത്തിരി പെയിൻഫുള്ളാണ്. അത്രയും ജനം കടന്നു തീരുന്നവരെയും പുരോഹിതന്മാരവിടെ നിന്നു. കാല് കഴിച്ച് കാണും. പെട്ടകം ചുമന്നുകൊണ്ട് നിന്നപ്പോൾ അവർക്ക് ക്ഷീണം വന്ന് കാണും. അതൊന്നും നോക്കാതെ ജനമക്കരെ കടക്കുക എന്ന ലക്ഷ്യത്തോടെ നിൽക്കുന്ന ചില ദൈവവേലക്കാരാണ് ഇന്നത്തെ സമൂഹത്തിന്റെ ആവശ്യം. കർത്താവേ, എനിക്ക് അല്പം ക്ഷീണം വന്നുകൊള്ളട്ടെ, എൻ്റെ ആരോഗ്യം അല്പം കുറഞ്ഞുകൊള്ളട്ടെ, എൻ്റെ സമ്പത്തിച്ചിട്ട് കുറഞ്ഞോട്ടെ, കർത്താവേ എൻ്റെ വിശ്രമ സമയം അല്പം കുറഞ്ഞോട്ടെ, സാരമില്ല, എൻ്റെ ശബ്ദം അല്പം അടച്ചോട്ടെ, എൻ്റെ പേഴ്സണൽ കാര്യം കുറച്ച് കാര്യം നടന്നില്ലെങ്കിലും സാരമില്ലപ്പാ. ഈ ജനം കർത്താവിനെ കണ്ടെത്തി അക്രദേശത്ത് എത്തണമെന്ന ദാഹമുള്ള വിശ്വസ്തരായ ശുശ്രൂഷകരാണ് ഈ കാലഘട്ടത്തിൽ ഉയർന്നു വരേണ്ടത്. സ്വന്തം പോക്കറ്റ് വീർപ്പിക്കുന്നവരല്ല, സ്വന്തം പേര് ഉയർത്തുന്നവരല്ല, സ്വന്തം പേര് ലോകം മുഴുവൻ വ്യാപിച്ച് അങ്ങനെ ഞാനെന്ന ഭാവം ഉയർത്തുന്നവരല്ല. അവരെ കൊണ്ടൊന്നും കർത്താവിന് ചെയ്യാൻ പറ്റുകയില്ല. അല്ലെങ്കിൽ വിശ്വസ്തന്മാരെയാണ് ദൈവം അന്വേഷിക്കുന്നത്. യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞു പോകുന്നുണ്ട്. വിശ്വസ്തരായ വേലക്കാരെയാണ് ദൈവത്തിന് ആവശ്യം. വിശുദ്ധിയോടെ വിശ്വസ്തയോടെ കർത്താവിൻ്റെ വേല ചെയ്യുന്ന പെട്ടകം ചുമക്കുന്നവരെ കർത്താവിന് ഈ കാലഘട്ടത്തിൽ ആവശ്യമുണ്ട്. യവനക്കാരാ, നിന്നെ അതിന് ദൈവം വിളിക്കുകയാണ്. പ്രിയ മകളെ, നിന്നെയും വിളിക്കുകയാണ്. പ്രിയപ്പെട്ട കുഞ്ഞെ, നിന്നെ വിളിക്കുകയാണ്. പ്രിയ സഹോദര, പ്രിയ സഹോദരി, പ്രിയ പിതാവേ, പ്രിയ മാതാവേ, നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് വിളിക്കുകയാണ്. ഈ തലമുറയിൽ വിശ്വസ്തരായി നിൽക്കാമോ? ക്രിസ്തുവിന്റെ ഭാവത്തോടെ നിൽക്കാമോ? ക്രിസ്തുവിന്റെ മനസ്സോടെ നിൽക്കാമോ? എങ്കിൽ നമ്മിലൂടെ വലിയ വേല കർത്താവ് ചെയ്യും. ഉറപ്പാണ്, വലിയ വേല കർത്താവ് ചെയ്യും. ഒരു കൂട്ടം ജനം വിടുവിക്കപ്പെടും, ഒരു കൂട്ടം ജനം അനുഗ്രഹിക്കപ്പെടും, അനേക കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ആ പെട്ടകം ചുമക്കുന്നവരായ ദൈവദാസന്മാർ ജനത്തിനു വേണ്ടി നിന്നു. അസാധ്യമായ ഒരു കാര്യം യോശുവയിലൂടെ ദൈവം സാധിപ്പിച്ചു. അതാണ് യോർദാൻ വിഭാഗിച്ചത്. സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിൽ വിഭാഗിക്കപ്പെടാത്ത, മുന്നോട്ട് പോകാൻ കഴിയാതെ തടസ്സം നിൽക്കുന്ന അനേക കാര്യങ്ങളില്ലേ? എല്ലാം മാറ്റിത്തരാൻ മകനെ ദൈവത്തിന് കഴിയും. ഒരുപക്ഷെ നിന്റെ കടബാധ്യതയായിരിക്കാം, നിന്റെ ചില ജീവിതത്തിൽ സംഭവിച്ചു പോയ കെടുതികളായിരിക്കാം. കർത്താവിന് സ്തോത്രം. കുടുംബജീവിതത്തിൽ സംഭവിച്ചു പോയ ചില അകൽച്ചകളായിരിക്കാം, തടസ്സങ്ങൾ, ചില ബന്ധങ്ങളിൽ വന്നുപോയതായ ചില സാഹചര്യങ്ങൾ, ചില ദുഃഖകരമായ അവസ്ഥകളായിരിക്കാം. എല്ലാം മാറ്റി നമ്മെ മറുകര കടത്തുവാൻ ദൈവത്തിന് കഴിയും. മോനെ, നിനക്ക് സ്വർഗരാജ്യത്തിന്റെ പദവി വരാൻ ദൈവത്തിന് കഴിയും. നിത്യജീവന്റെ അവകാശിയാക്കി നിന്നെ തീർക്കാൻ ദൈവത്തിന് കഴിയും. ഒരുപക്ഷെ നീ എന്ന് മദ്യത്തിനും മയക്കുമരുന്നിനും കഞ്ചാവിനും അടിമയായി നടക്കുകയായിരിക്കാം. യവനക്കാരായ, എന്നാൽ നിന്റെ ജീവിതം മാറ്റി നിനക്കൊരു പുതിയ പാത തുറന്നു തരാൻ, പുതിയ വഴികൾ തുറന്നു തരാൻ ദൈവത്തിന് കഴിയും. പുതിയ പാത, പുതിയ വഴി, പുതിയ സാഹചര്യം, പുതിയ ഓപ്പർച്യൂണിറ്റി, പുതിയ സാമ്പത്തിക നന്മകൾ, പുതിയതായ ഓപ്പർച്യൂണിറ്റി, ജോലി സാധ്യതകൾ, പുതിയതായ ദൈവവേലയ്ക്കുള്ള സാധ്യതകൾ
എല്ലാം തന്നമ്മ വഴി നടത്താൻ ദൈവത്തിന് കഴിയും. പ്രിയപ്പെട്ടവരെ, ദൈവകരങ്ങളിലേക്ക് ജീവിതം കൊടുക്കൂ. യേശുവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം കൊടുക്കൂ. യേശുവിനോട് പ്രാർത്ഥിക്കൂ. ഭയപ്പെട്ട് നിൽക്കാതെ കാലെടുത്ത് വയ്ക്കൂ. പ്രശ്നങ്ങളെ കണ്ട് ഭയപ്പെടുകയല്ല, പ്രശ്നങ്ങളുടെ മേൽ കാലെടുത്ത് വെച്ച് യേശുവിൻ്റെ നാമത്തിൽ നാം ജയം കൊള്ളുന്നവരായി തീരണം. അതാണ് നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് മുന്നേറാം, മുന്നോട്ട് പോകാം, ദൈവസാന്നിധ്യം ചുമക്കുന്നവരായി നമുക്ക് തീരാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടോ? തീർച്ചയായും ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ പ്രാർത്ഥിക്കാം. എന്നാൽ നിങ്ങളും പ്രാർത്ഥിക്കൂ പ്രിയരെ. നിങ്ങളും ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കൂ. കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. കർത്താവ് നിങ്ങളുടെ രോഗങ്ങൾ മാറ്റി തരും. കർത്താവ് നിങ്ങൾക്ക് ആശ്വാസകാലങ്ങൾ തരും. കർത്താവ് നിങ്ങൾക്ക് നിത്യജീവൻ്റെ ഉറപ്പ് തരും. കർത്താവ് നിങ്ങളുടെ കുടുംബത്തിൽ സ്വർഗസമാധാനം തരും. അതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം